ഏത്തയ്ക്ക തോരന് വേണ്ടി 5 വലിയ ഏത്തയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക അരിയുന്ന സമയത്ത് ചീകി കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് അത് ഊറ്റി വെക്കുക. ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തോരൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രത്യേക ടേസ്റ്റാണ്. ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുത്ത് ഇതിലോട്ട് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞെടുത്തതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ വാർന്നു വന്നിരിക്കുന്ന ഏത്തയ്ക്ക ഉണ്ടല്ലോ അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരിപ്പ് റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 6-7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നല്ല ജീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിന് പകരം കാന്താരി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. നല്ലതായിട്ടിത് അരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏത്തയ്ക്കയുടെയൊക്കെ കളറൊക്കെ മാറി ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾക്ക് അരപ്പിൻ്റെ കൂടെ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. കറിവേപ്പില നല്ലതായിട്ടൊന്ന് മുറിച്ചിട്ട് കൈ കൊണ്ട് ഞെരടിയിട്ടിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് തോരനിലോട്ട് വരും കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലോട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്.